നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് 18 അതായത് കൊല്ലവർഷം 1200 മീനമാസം 4 കൃഷ്ണപക്ഷ ചതുർത്ഥിയും ചോതി നക്ഷത്രവും വരുന്ന ചൊവ്വാഴ്ച ദിവസം പകൽ 6:33 AM സൂര്യോദയവും 6:32 PM സൂര്യ അസ്തമനവും, ചന്ദ്രോദയമാകട്ടെ 9:45 PM, രാഹുകാലം 3:32 മുതൽ 17:02 PM വരെയും, ഗുളികകാലം 12:33 PM മുതൽ 2:02 PM വരെയും, യമകണ്ഠകാലം 9:33 AM മുതൽ 11:03 AM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:09 മുതൽ 12:31 വരെയും, 12:35 മുതൽ 12:57 PM വരെയുമാകുന്നു. അഭിജിത്ത് മുഹൂർത്തത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമം. ചതുർത്ഥി തിഥി ആയതുകൊണ്ടും ചോതി നക്ഷത്രമായതുകൊണ്ട്, ചോതി നക്ഷത്രത്തിന്റെ അവസാന പാദമായതുകൊണ്ടും ജാഗദേവതകൾക്കും ഗണപതി ഭഗവാനും യഥാശക്തി വഴിപാട് കഴിക്കുന്നത്, ഭദ്രയ്ക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത്, ഗുരുതിക്കൂട്ട് സമർപ്പിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മീനം രാശിക്കാർക്ക് ചന്ദ്രാഷ്ടമവുമാണ്. ഇനി ഈ ദിവസത്തെ രാശിചക്രം ഒന്ന് നോക്കാം. സൂര്യൻ മീനത്തിലും ചന്ദ്രൻ തുലാത്തിലും ചൊവ്വ മിഥുനത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ കുംഭത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലും ആയി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ഗുളികോദയമാവട്ടെ മിഥുനം രാശിയിലും ഉദയമാവട്ടെ മീനം രാശിയിലുമാണ്. ഇനി നമുക്ക് 27 നക്ഷത്രക്കാർക്കും ഈ ചൊവ്വാഴ്ച എന്തൊക്കെ ഗുണഫലങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്ക് എന്തെങ്കിലും അനുകൂലമായ, സന്താനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇൻഷുറൻസ് ചേരുക, അതുപോലെ തന്നെ എന്തിലെങ്കിലും പണം നിക്ഷേപിക്കുവാന്, സ്വർണം വാങ്ങുവാനൊക്കെയുള്ള യോഗം കാണുന്നു. സന്താനങ്ങളുടെ ഗുണാനുഭവങ്ങൾക്കായി പണം ചിലവഴിക്കുന്നതിനും പണം സമ്പാദിക്കുന്നതിനുമുള്ള യോഗം കാണുന്നു. അതുപോലെ അർത്ഥലാഭം, ഏതെങ്കിലും തരത്തിൽ അല്പം ധനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട്. കാര്യജയം, എന്ത് കാര്യത്തിനിറങ്ങിയാലും അല്പം ജയസാധ്യത കാണുന്നു. ആസൂത്രണത്തിനുള്ള മികവ്, അതുപോലെ തന്നെ സംതൃപ്തി, ബന്ധുജന സൗഖ്യം, കുടുംബത്തിലൊരു സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ നിലനിൽക്കും. ബന്ധുജനങ്ങളുമായിട്ടൊരു നല്ലൊരു സൗഹൃദം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. സ്ഥാനപ്രാപ്തി, എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ നമ്മൾ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു യോഗവും കാണുന്നു. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തുന്നതും ദേവിക്ക് കടുംബായുസം കഴിക്കുന്നതും ചെത്തിപ്പൂമാല, ഭദ്രകാളി അമ്മയ്ക്ക് ചെത്തിപ്പൂമാല സമർപ്പിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം കഴിക്കുന്നതും ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും ചുവന്ന വസ്ത്രം ധരിക്കുന്നതുമെല്ലാം നമ്മളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നതിന് നമ്മൾ ഈ ചൊവ്വാഴ്ച ദിവസം ദേവിയെ മനസ്സിൽ കുടിവെച്ച് പ്രാർത്ഥിക്കുന്നതിനൊക്കെ സഹായകമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യനില മെച്ചപ്പെടും. ദീർഘനാളായിട്ട് ചികിത്സയിലൊക്കെ കഴിഞ്ഞിരുന്നവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം വരും. അതുപോലെ തന്നെ ബന്ധുസംഗമം, ധനലാഭം ഒക്കെ പ്രതീക്ഷിക്കാം. ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ കിട്ടാക്കടം കൊടുത്തിരുന്നത് കുറച്ച് കിട്ടുവാനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ബന്ധുക്കളുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു യോഗവും കാണുന്നു. അധികാരലബ്ധി, ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് കൈവന്നു ചേരുവാനുള്ള യോഗം കാണുന്നു.
എന്നാൽ കുടുംബത്തിൽ അല്പം കലഹ സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ കുടുംബാംഗങ്ങള് ഇണയും തുണയുമായോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിത ചിലവുകളും വന്നു ചേരാം. അപ്പൊ ചിലവുകൾ നിയന്ത്രിക്കുക തന്നെ വേണം. പണം ചിലവാകുമ്പോൾ മനപ്രയാസം അല്പം കൂടി വരും. കഴിയുന്നതും ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തുന്നതോടൊപ്പം ഭദ്രകാളി അമ്മയ്ക്ക് പട്ട്, ഗുരുതിക്കൂട്ട്, അതുപോലെ തന്നെ കിഴിപ്പണമൊക്കെ സമർപ്പിക്കുന്നത് ദോഷങ്ങൾ മാറുന്നതിന് സഹായിക്കും. ആരോഗ്യസ്ഥിതി, കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്തുന്നതിന് ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിച്ചാൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. മിഥുനം രാശി. സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടും. കടം വാങ്ങാതെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യത വന്നു ചേരുന്നു. സർക്കാരിൽ നിന്നും ചെറിയ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും വന്നു ചേരും. ലോണുകൾ അപേക്ഷിച്ചിരുന്നവർക്കൊക്കെ അത് കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. സുഹൃത്തുക്കളിൽ നിന്നും സഹകരണവും സഹായവും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. ബന്ധുസുഖവും അർത്ഥലാഭവും ശത്രുനാശവും വന്നു ചേരും. സ്ഥാനലബ്ധിക്ക് വന്നു ചേരാനുള്ള യോഗവും കാണുന്നുണ്ട്. കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വരുന്നതിനായി ജന്മനക്ഷത്രത്തിൽ പൂജകൾ ചെയ്യുന്നത്, അതായത് രാശിനാഥനായ മഹാവിഷ്ണുവിന് പൂജകൾ ചെയ്യുന്നത്, ശ്രീകൃഷ്ണസ്വാമിക്കോ ശ്രീരാമസ്വാമിക്കോ അതായത് വിഷ്ണുവിന്റെ അവതാരമൂർത്തിക്ക് പൂജകൾ ചെയ്യുന്നതും, ചൊവ്വാഴ്ച ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും, ചാമുണ്ഡി അമ്മയ്ക്ക് കടുംപായസമൊക്കെ കഴിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കും. മൂകാംബികയിൽ ഉത്സവം നടക്കുന്ന സമയമായതുകൊണ്ട് 17, 18, 19 ഒക്കെ വളരെ വിശേഷമാണ്. 15-ാം തീയതി മുതൽ 23-ാം തീയതി വരെ മൂകാംബികയിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് മൂകാംബി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള ചാമുണ്ഡി ഭഗവതിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. കർക്കിടകക്കൂറ്. ഏത് തരത്തിലുള്ള ഉദ്യോഗത്തിനും ഒരു സാധ്യത കാണുന്നു. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും ജോലിക്ക് അപേക്ഷിച്ചിരുന്നവർക്ക് അവിടുന്ന് എന്തെങ്കിലും ജോലിക്കുള്ള ഒരു അറിയിപ്പ് വരുന്നതിനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ സംസാര ഭാഗ്യം കൊണ്ട് തന്നെ സംസാരിക്കുന്നതിലുള്ള മികവ് കണ്ട് ചിലപ്പോൾ ചില മത്സരങ്ങളിലൊക്കെ വിജയിക്കുന്നതിനുള്ള യോഗം കാണുന്നു. പിന്നെ ചെറിയ ലോട്ടറി ഭാഗ്യവും പ്രതീക്ഷിക്കാം. അകാരണമായി മനസ്സ് അസ്വസ്ഥമാകും. ആരെങ്കിലുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അകന്നിരുന്ന ശത്രു നമ്മളെ ഭയപ്പെടുത്തുന്നതായി തോന്നാം. എന്നാലും ഭദ്രകാളി അമ്മയെ മുറക്കെ വിളിക്കുമ്പോൾ, മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ചാമുണ്ഡി ദേവിക്ക് കടുംപായസം കഴിക്കുമ്പോൾ എല്ലാവിധ കഷ്ടങ്ങളും മാറും. കൊടുങ്ങല്ലൂരും എല്ലാം വളരെ വിശേഷമുള്ളതാണ്. വൈക്കത്ത് കോടിയർച്ചന നടക്കുകയാണ്. അപ്പോൾ സമയവും സൗകര്യവും പോലെ ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുമ്പോൾ രാശിനാഥയായ ദുർഗാദേവിയെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നല്ല ഫലങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെയും ശുക്രന്റെയും ഒക്കെ ആനുകൂല്യം, അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധനും ശുക്രനും സൂര്യനുമൊക്കെ രാഹുവും എല്ലാ ഗ്രഹങ്ങളും അവിടെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ വരുമെങ്കിലും 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ 11ൽ നിൽക്കുന്ന ചൊവ്വയുമൊക്കെ ഗുണഫലങ്ങൾ നൽകും. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അല്പം ചുറ്റിക്കുമെങ്കിലും ധർമ്മശാസ്താവിന് നെയ്വിളക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ യഥാശക്തി വഴിപാടുകൾ കഴിച്ചുകൊണ്ട് ഭദ്രകാളി അമ്മയ്ക്ക് പട്ടൊക്കെ സമർപ്പിക്കുമ്പോൾ കഷ്ടതകൾ മാറി ഭദ്രകാളി പത്തൊക്കെ ജപിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മൂകാംബിക ദേവിക്കും കൂടി നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും തെളിഞ്ഞ് വരും. കന്നിക്കൂറ്. സുഖ സൗകര്യങ്ങൾക്കായി അല്പം പണം ചിലവഴിക്കും. ആഭരണങ്ങൾ വാങ്ങുവാനുള്ള യോഗം കാണുന്നു. ഏതെങ്കിലും തരത്തിൽ ധനവും വന്നു ചേരും. മറ്റുള്ളവരോടുള്ള സംസാര വൈകല്യം കൊണ്ട് അല്പം മനസ്സിന് വിഷമം വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം.
അതുകൊണ്ട് അനർത്ഥങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സംഭാഷണം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ബന്ധു കലഹത്തിനും ഇടവരാം. ദൂരദേശത്തേക്ക് യാത്ര പോകാനൊക്കെയുള്ള സാഹചര്യം വന്നു ചേരും. മൂകാംബിക, ഗുരുവായൂർ തുടങ്ങിയ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുവാനുള്ള സാഹചര്യം ഒത്തുചേർന്നാൽ അത് ദർശനം നടത്തുന്നത് നന്നായിരിക്കും. കഴിയുന്നതും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നത്, ഭദ്രകാളി അമ്മയ്ക്ക് ചുവന്ന പട്ട്, ചെട്ടിപ്പൂമാല അല്ലെങ്കിൽ ചെന്താമരയൊക്കെ സമർപ്പിക്കുന്നത് കൂടുതൽ ദോഷങ്ങൾ ഒഴിവായി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതിന് സഹായകമാവും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനലാഭം വന്നു ചേരുന്നുണ്ട്, സ്ഥാനപ്രാപ്തി വരുന്നുണ്ട്, ഭക്ഷ്യ സാധനങ്ങളുടെ ഒരു സമൃദ്ധി, എവിടുന്നെങ്കിലുമൊക്കെ അല്പം ഭക്ഷ്യസാധനങ്ങൾ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ബന്ധുസുഖം വരുന്നു. എന്നാൽ അകാരണമായി ധനനഷ്ടത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. രോഗം വന്നാൽ അത് പെട്ടെന്ന് മാറാതെ അല്പം കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയും വന്നു ചേരാം. എന്ത് കാര്യത്തിനിറങ്ങിയാലും ആദ്യം തടസ്സം വന്നതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ നടത്തി കിട്ടുകയുള്ളൂ. ഈ പരിഹാരത്തിനായിട്ട് ഭദ്രകാളി പത്ത് ജപിക്കുന്നതോടൊപ്പം തന്നെ ചാമുണ്ടിക്ക് കടുംബായുസം കഴിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, മൂകാംബിക ദേവിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. വൃശ്ചിക രാശി, സന്താന സൗഖ്യവും മനസുഖവും ലഭിക്കും. ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും ആ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടക്കുമെങ്കിലും ആരോഗ്യസ്ഥിതി അല്പം മോശമായിരിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെങ്കിലും മനസ്സിന് വളരെ ആഴമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കുമെന്നൊരവസ്ഥ വന്നിട്ട് അത് മാറിപ്പോകുമ്പോൾ അല്പം വിഷമിക്കേണ്ടതായ സാഹചര്യം വരും. സ്ത്രീകൾ കാരണം കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും അപമാനിക്കപ്പെടാനുള്ള യോഗവും കാണുന്നുണ്ട്. അതുകൊണ്ട് യാത്രകൾ വളരെ ശ്രദ്ധിക്കണം. ജന്മരാശി ആയതുകൊണ്ട് തന്നെ ഭദ്രകാളി അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുങ്ങല്ലൂര് ഭദ്രകാളി അമ്മയ്ക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. ഭദ്രകാളി പത്ത് ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേലധികാരികളിൽ നിന്നും കർമ്മരംഗത്ത് നല്ല സഹകരണം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നിലയും മെച്ചപ്പെടും. സഹോദര സൗഖ്യവും കുടുംബ സമാധാനവും നിലനിന്ന് കിട്ടും. മനസുഖം വർദ്ധിക്കും. സുഖപ്രാപ്തിയും ഉണ്ടാവും. ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി കുടുംബ സമാധാനവും സന്തോഷവും നിലനിൽക്കുമെങ്കിലും അല്പം സാമ്പത്തികത്തിന്റെ കുറവ് എല്ലായിടത്തും ഏത് കാര്യത്തിനും ഒരു കുറവുകൾ അനുഭവപ്പെടും. ആ കുറവുകൾ വരാതിരിക്കാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹനുമാൻ സ്വാമിക്കും കൂടി വെറ്റിലമാല ചാർത്തുകയോ കുങ്കുമം ചാർത്തുകയോ ഒക്കെ ചെയ്യുക. അമ്മയ്ക്ക് കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. അമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടതകൾ മാറി സമയം നന്നായി വരും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. ധനലാഭവും ചെറിയ തോതിലുള്ള ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റിൽ നിന്ന് അല്പം ധനലാഭമോ ലഭിക്കാം. രോഗക്ലേശമെല്ലാം രോഗം കൊണ്ട് ക്ലേശങ്ങൾ വരുമെങ്കിലും ഒരു പരിധിവരെ നിയന്ത്രണാതീതമായിരിക്കും. സർപ്പദോഷം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും മുറിവോ ചതവോ ക്ഷതവോ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പാടായിട്ട് കിടക്കുകയും വ്രണങ്ങൾ ഇങ്ങനെ പൊറുക്കുന്നതിന് അല്ലെങ്കിൽ വ്രണങ്ങൾ അതൊന്ന് ഉണങ്ങിക്കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് തന്നെ നാഗക്ഷേത്രത്തിൽ ഏതാവത് വഴിപാട് കഴിക്കുന്നതോ മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നതോ ഒക്കെ നന്നായിരിക്കും. ശിവങ്കൽ നെയ്വിളക്ക് കഴിക്കുക, പിൻവിളക്ക് തെളിക്കുക, ജലധാര കഴിക്കുക, പാർവതീ ദേവിക്കോ ഭദ്രയ്ക്കോ യഥാശക്തി വഴിപാടൊക്കെ കഴിച്ച് മനസ്സ് നിറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, രാശിനാഥനായ ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം ഏറ്റവും അനുകൂലമായി തീരും. കുംഭം രാശി, സാമ്പത്തിക നിലയിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ വരാം. കുറച്ച് പൈസ വരികയും അതിന് വലിയ ചിലവുകൾ ഉടനെ തന്നെ വന്നു ചേരുകയും ചെയ്യാം.
അതുപോലെ തന്നെ ആരോഗ്യനില അല്പം വല്ലാത്തൊരു ഉദരവേദനയോ ഒരു ശ്വാസം മുട്ടോ എന്തെങ്കിലും പെട്ടെന്ന് ആശുപത്രി വാസത്തിനുള്ള ഒരു യോഗം വന്നു ചേരും. ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രഷറൊക്കെ ശോഭിച്ച് വർത്തമാനം പറയാതൊക്കെ ഇരിക്കുക. ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. സന്താനങ്ങളിൽ നിന്നും അല്പം ഗുണഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അവരുടെ സഹായ സഹകരണങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാം. എന്നാൽ സ്ത്രീകൾ നിമിത്തം എന്തെങ്കിലും അവരുടെ അശ്രദ്ധക്കുറവ് കൊണ്ട് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളും കലഹവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സുഖങ്ങളെല്ലാം അനുഭവിക്കാനുണ്ടായ യോഗമുള്ള സുഖങ്ങളൊക്കെ ഇങ്ങനെ തടസ്സപ്പെടുന്നതായി കാണാം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിഷ്ണുമായ സ്വാമിക്ക്, ത്രിപുരയ ചാത്തൻ സ്വാമിക്ക് വഴിപാട് കൊടുക്കുന്നതും, അതുപോലെ ഭദ്രകാളി അമ്മയ്ക്ക്, കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് പട്ടും അതുപോലെ നാളികേരമൊക്കെ സമർപ്പിക്കുന്നത് എല്ലാവിധ കഷ്ടതകളും മാറി കുടുംബ സമാധാനവും ആരോഗ്യനിലയും എല്ലാം മെച്ചപ്പെടുന്നതിന് സഹായകമാകും. മീനം രാശി, ഇവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടെത്തുവാൻ ശ്രമിക്കും. എന്നാൽ അല്പം തടസ്സമൊക്കെ വരും. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യും. രോഗാരിഷ്ടതകൾ കുറയും. ദോഷപരിഹാരമായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ദോഷം വരുമോ എന്നുള്ള ചിന്തകൾ ദോഷത്തെ ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് കണ്ണിനോ അല്ലെങ്കിൽ ചെവിക്കോ ഒക്കെ വേദനകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ കാര്യമാക്കിയെടുക്കാതെ അസുഖം വരുമെന്നുള്ള ചിന്ത എപ്പോഴും വച്ചു പുലർത്തുന്നത് അത്ര നന്നായിരിക്കില്ല. വരുമ്പോൾ വരട്ടെ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുമെന്ന് കണ്ട് മനസ്സ് നിയന്ത്രണത്തിലാക്കുക. മനസ്സമാധാനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. എന്തിനേയും നേരിടാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുക. സഹോദരന്മാരിൽ നിന്നും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉപദേശങ്ങളോ ഉണ്ടാവുമ്പോൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കേൾക്കുകയും അവനവന് ഉചിതമായത് ചെയ്യുകയും ചെയ്യുക. ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും ഒക്കെ ഉപദേശങ്ങൾ മാനിക്കേണ്ട ഒരു സന്ദർഭമാണ്. കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ദിവസം ഏറ്റവും അനുകൂലമായി തീരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവിധ നന്മകളും അനുഭവിക്കുവാൻ ഇടയാവട്ടെ. കഷ്ടതകൾ മാറുവാൻ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുവാനും ശിവങ്കിൽ പിൻവിളക്ക് തെളിക്കാനുമൊക്കെ സാധിക്കട്ടെ. കുടുംബ പരദേവതയ്ക്കായി ദീപം തെളിച്ച് പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും സാധിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും എന്നെന്നും നിലനിന്ന് കിട്ടും. നന്ദി, നമസ്കാരം.